അതുകൊണ്ട് ഹീറോയോട് കൂടെയുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട്, അതായത് ഡിവോഴ്സ് ചെയ്തിട്ട് ഇവൻ്റെ കൂടെ ലൈഫ് ആരംഭിക്കാം എന്ന് ഹീറോയും വിചാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവനോട് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മട്ട ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി സൂപ്പറായിട്ട് പാചകം ചെയ്ത് ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ ആ ഒരു നീല് ആ ഒരു വീട്ടിൽ നിന്ന് പറയാണ്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്. അത് മനസ്സിലായ ഉടനെ റാണിയുടെ മൂഞ്ചി മാറുന്നുണ്ട്. ആ ഒരു മൂഡിലാണ് ഹീറോയിന് മനസ്സിലാകുന്നത് അവൻ വന്ന ജോലി തീർന്നതുകൊണ്ട് അവൻ എസ്കേപ്പ് ആയിട്ടുണ്ട്. അവൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. ഹീറോയിന് ലവ് എന്ന പേരിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്താണ് ഇതൊരു കുറ്റബോധമായി മാറാൻ തുടങ്ങുന്നത്. ഇപ്പോൾ അവനക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഹീറോക്ക് കൊടുക്കുന്നുണ്ട്. ഹീറോ എന്താണ് വിചാരിക്കുന്നത് എന്നാൽ എനിക്ക് വേണ്ടിയാണ് റാണി ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നല്ലോണം കഷ്ടപ്പെടുന്നത്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ സങ്കടപ്പെടേണ്ട, എത്രയും പെട്ടെന്ന് ഞാൻ മാറാം, നമുക്ക് രണ്ടുപേർക്കും ഫ്രഷ് ആയിട്ട് ഒന്നിയും തുടങ്ങാമെന്ന് സ്നേഹത്തോടെ പറയുമ്പോൾ ആ ഒരു സ്ഥലത്ത് ഹീറോയിന് ഭയങ്കര കുറ്റബോധത്തിൽ ഇത് മറച്ചു പിടിക്കുന്നതാണ് തെറ്റ് എന്ന് വിചാരിച്ച് എല്ലാ സത്യങ്ങളും ഹീറോയോട് പറയുന്നുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്ക്, ഇങ്ങനെ ഒരു വിഷയം വൈഫിൻ്റെ അടുത്തുനിന്ന് ഹസ്ബൻഡ് കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? പക്ഷെ അവിടെ ഹീറോ ഒന്നും പറയാണ്ട്, ഒന്നും റിയാക്ട് ചെയ്യാണ്ട് ഒരുമാതിരി സൈലൻ്റ് ആകുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണം കഴിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു തീരുമ്പോൾ നിൻ്റെ ഈ ഒരു കഥയെല്ലാം ഹീറോയെ അടിച്ചു കൊന്ന ആയുധം കിട്ടുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഹീറോയെ പോലെ നല്ലൊരു ഹസ്ബൻഡ് ഉണ്ടായിട്ടും എങ്ങനെ നിനക്ക് ഈ ഒരു നീലായിട്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ തോന്നി എന്നൊരു കാര്യം ചോദിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഹീറോയിന് ഒരു കാര്യം പറയുന്നുണ്ട് മക്കളെ. സത്യത്തിൽ നീലിനെ കൊണ്ടാണ് ഹീറോയുടെ ശരിക്കുള്ള മുഖം എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഹീറോ റാണിക്ക് വേണ്ടിയാണ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ടുള്ളത്. അവരെ കൊണ്ട് കഴിയാത്തതും അവരെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് ചെയ്തിട്ടുണ്ട്. അതിൽ മുഖ്യമായിട്ട് കണ്ണാടി ഒഴിവാക്കിയിട്ട് ലെൻസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ലെൻസ് ഒഴിവാക്കിയിട്ട് കണ്ണാടി ഇടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ ഇതെല്ലാം ചെയ്തതൊക്കെ വേസ്റ്റായി പോയല്ലോ. അതിനുശേഷം വേദന താങ്ങാൻ കഴിയാതെ വീടിൻ്റെ പിന്നിലുള്ള കുളത്തിൽ പോയിട്ട് ചാവാൻ വരെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ചാവാൻ ധൈര്യം വന്നിട്ടില്ല. എന്നാൽ നീലിനോട് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നേരെ അവൻ്റെ വീട്ടിൽ പോയിട്ട് അവനെ ഭയങ്കര അടിക്കണം എന്ന് വിചാരിച്ച് പോയിട്ടുണ്ട്. എന്നാൽ ശരീരം കൊണ്ട് നീല് ഭയങ്കര പരശാലി ആയതുകൊണ്ട് അവന് ഹീറോയെ സെമ്മാട്ടി അടിച്ചിട്ടുണ്ട്. ആ ഒരു അടി ഹീറോയ്ക്ക് വേദനിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്നാൽ അതിനുശേഷം ഒരു അഡ്വൈസ് ചെയ്യുന്നുണ്ട്, നീ മര്യാദക്ക് നിന്റെ വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നടുവിൽ വരാൻ പറ്റുക എന്നൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒരു വേദനയോടെ ചിരിച്ചിട്ട് ആദ്യം ഞാൻ അവളുടെ മനസ്സിലൊരു സ്ഥാനം പിടിക്കണം എന്നാണ് വിചാരിച്ചത്, അതിനുശേഷമാണ് ബാക്കിയൊക്കെ നടക്കണമെന്ന് ആഗ്രഹിച്ചത്. എന്നാൽ അതിനുള്ളിൽ നീ വന്നില്ലടാ. ശരി, അവൾ നിന്നെ ലവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എന്നെ വിട്ടിട്ട് നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നില്ല, കൂട്ടിയിട്ട് വന്നൂടായിരുന്നു, എന്തിനാണ് വിട്ടിട്ട് വന്നത് എന്ന് ഇപ്പോൾ ഹീറോയിന് വേണ്ടിയിട്ട് നീലിനോട് സംസാരിക്കുമ്പോൾ ആക്ച്വലി നീലിന് ഹീറോയിനോട് ലവ് ഒന്നും ഉണ്ടായിട്ടില്ല, വെറും ലെസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതറിയാണ്ട് ഹീറോയിൻ ഇവൻ്റെ അടുത്ത് ലവ് എന്ന പേരിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അടി വാങ്ങി അന്ന് രാത്രി ഹീറോ വീട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ അവരുടെ മുഖത്ത് മുറിവ് കണ്ട ഹീറോയിൻ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇവരും നടന്ന എല്ലാം പറയുന്നുണ്ട്. ആ ഒരു നീല് ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്ത് എന്നെ പറ്റിച്ചു പോയിട്ടുണ്ട്, ഇതിൽ തെറ്റ് ചെയ്തത് ഞാനാണ്, എന്നാൽ എനിക്ക് വേണ്ടി അവർ അടിയെല്ലാം വാങ്ങിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചപ്പോൾ സോറി പറഞ്ഞ് കാലിൽ വീഴാൻ പോകുമ്പോൾ ഹീറോ ദയവ് ചെയ്ത് ഈ ഒരു വീട് വിട്ട് പോയിക്കോ, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, നിന്നെ കാണുന്ന ഓരോ നിമിഷവും ഞാൻ നിന്നെ അടിച്ചടിച്ച് കൊല്ലോ എന്ന് എനിക്ക് പേടിയാവുന്നുണ്ട്, ദയവ് ചെയ്ത് ഈ ഒരു വീട് വിട്ട് പോയിക്കോ എന്ന് മുഖത്തടിച്ച പോലെ ദേഷ്യത്തിൽ പറയുമ്പോൾ അടുത്ത നാൾ രാവിലെ തീർന്ന് ഇതിന് മേലെ ഒന്നും വർക്കാവില്ല എന്ന് വിചാരിച്ച് പെട്ടിയെടുത്ത് വലിയ പെട്ടികൾ പാക്ക് ചെയ്ത് എന്നെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറ്റില്ല, നീ തനിയെ പോയിക്കൊന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ തന്നെ ആ ഒരു വലിയ പെട്ടികൾ എടുത്ത് റോഡിലേക്ക് വന്ന് ഓട്ടോറിക്ഷ പിടിക്കാൻ വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള